നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്തെ റോഡിന് നടുവിലുള്ള മീഡിയനും തണൽമരങ്ങളും നീക്കം ചെയ്തു. ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മീഡിയനും തണൽമരങ്ങളും നീക്കം ചെയ്തത്. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് റോഡിന് നടുവിലുള്ള മീഡിയന്റെ ഭാഗം പൊളിച്ചു നീക്കി. റോഡിന് കുറുകെ കലുങ്കു സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇതിനു മുന്നോടിയായാണ് കച്ചേരിത്താഴത്ത് റോഡിന് നടുവിലുള്ള മീഡിയന്റെ ഭാഗവും മരങ്ങളും നീക്കം ചെയ്തത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ചേമ്പറുകൾ കച്ചേരിത്താഴത്ത് ഒറ്റവരിയായി മാറ്റാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് കോടതി കെട്ടിടത്തിന്റെ സമീപത്തുനിന്ന് റോഡിന് കുറുകെ കലുങ്കു നിർമ്മിക്കുന്നത്. മറുഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് ചേമ്പറിലേക്ക് ഇത് ബന്ധിപ്പിക്കും. കച്ചേരിത്താഴത്ത് കുരിശുപള്ളിക്ക് സമീപമാണ് കലുങ്കു നിർമ്മാണം ആദ്യം നടക്കുക. നിർമ്മാണം നടക്കുമ്പോൾ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാതിരിക്കാനാണ് കച്ചേരിത്താഴം കുരിശുപള്ളി മുതൽ കച്ചേരിത്താഴം കവല വരെ ഒറ്റവരി ഗതാഗതത്തിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നത്. റോഡിന്റെ പകുതി ഭാഗം കുഴിച്ചാണ് നിർമ്മാണം ആരംഭിക്കുക. ഈ സമയം റോഡിന്റെ ഒരു ഭാഗത്തുകൂടി മാത്രമായിരിക്കും ഗതാഗതം. കച്ചേരിത്താഴം ജംഗ്ഷനിൽ നിന്ന് വെള്ളൂർക്കുന്നം ഭാഗത്തേക്കും കുരിശുപള്ളിക്ക് സമീപത്തുനിന്ന് മറുഭാഗത്തേക്കും ഗതാഗതം രണ്ടുവരിയായി തുടരും. വാഹനങ്ങൾ കടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നതിനായാണ് കച്ചേരിത്താഴം ജംഗ്ഷന്റെ ഭാഗത്തുള്ള മീഡിയൻ പൊളിച്ചു നീക്കിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഇലങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സാക്ഷാത്പൂജ 2025 മാർച്ച് 11 ചൊവ്വാഴ്ച രാവിലെ. പാൽ, ഇളനീർ, മഞ്ഞൾപ്പൊടി, അഭിഷേകങ്ങൾ. പാൽപായസം, നെയ്പായസം, വെള്ള നിവേദ്യം, അപ്പം, ഇളനീർ, കദളിപ്പഴം, മലർ നിവേദ്യങ്ങൾ. കൂടാതെ 100 പാലും. എല്ലാ മാസവും 1000 നാളിൽ സർപ്പപൂജ.